ഹലോ എവരി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാറിയ പാഠപുസ്തകത്തിന്റെ കൂടെ തന്നെ വലിയൊരു മാറ്റം വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സമ്മേറ്റീവ് അസസ്മെന്റ് ടേം 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജി ക്ലാസ് 10 ആണ്. SLCക്കാരുടെ പേപ്പർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ സമയം 1.5 മണിക്കൂറാണ്. മാർക്ക് 40 മാർക്സ് ആണ്, വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാം. The first 50 minutes are cool off time. 15 minutes cool off time ആണ്. This time can be used for reading questions and planning the answers. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം ആൻഡ് പ്ലാൻ ദി ആൻസേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്, എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, ഇതിന്റെ പ്ലാനിങ് കൃത്യമായിട്ട് വേണം. റൈറ്റ് ആൻസേഴ്സ് ഓൺലി അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഓരോ സെറ്റിലെയും ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ എഴുതാനേ. വൈ റൈറ്റിംഗ് ദി ആൻസേഴ്സ് കൺസിഡർ ദി സ്കോർ ആൻഡ് ദി ടൈം. മാർക്കിനും സമയത്തിനും അനുസരിച്ച് ഉത്തരം എഴുതുക. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതുക അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ എല്ലാതും വാരി വലിച്ചതിന്റെ ആവശ്യമില്ല. ആ മാർക്ക് നോക്കുക, എന്താണ് അവിടുത്തെ നീഡ് മനസ്സിലാക്കുക, ആ നീഡ് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ആൻസർ 1 to 4 ക്വസ്റ്റ്യൻ 1 സ്കോർ ഈച്ച്. അപ്പൊ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ കമ്പൾസറി മനസ്സിലായല്ലോ. കാരണം 1 മുതൽ 4 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല. നോക്കാം. അറേഞ്ച് ദി കോളംസ് ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ ഇൻ ദി അപ്രോപ്രിയേറ്റ് ഓർഡർ ആൻഡ് സെലക്ട് ദി ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ഇത് വെറും ഒരു മാച്ച് ദി ഫോളോവിങ് അല്ല, ഇതൊരു കോമ്പറ്റീറ്റീവ് ലെവൽ ഒരു പാറ്റേൺ ആണ്. ജസ്റ്റ് മാച്ച് ചെയ്താൽ മാത്രം പോരാ, ആ മാച്ചിങ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അറേഞ്ച് ദി കോളം അപ്രോപ്രിയേറ്റ്ലി ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് റിലേറ്റഡ് ടു എവല്യൂഷൻ ഓഫ് ലൈഫ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചാൾസ് ഡാർവിൻ, അത് ഏതൊരാൾക്കും അറിയുന്നതാണ്. ചാൾസ് ഡാർവിൻ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. നമുക്കറിയാം ചാൾസ് ഡാർവിൻ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. സോ 2 ഈസ് മാച്ചിങ് ടു R. ഇനി നോക്കേണ്ടെന്നറിയോ, താഴത്തെ ഓപ്ഷൻസ് നോക്കാം. ഇത് 2R എന്ന് വരുന്ന എത്ര ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1 2R വരുന്നുണ്ട്, ഓപ്ഷൻ 2 2Q ആണ് വരുന്നത്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ 3 2P എന്നാണ് വരുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇതാണ് ഒരു എലിമിനേഷൻ ട്രിക്ക് കിട്ടുക. നമുക്ക് അറിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താനുള്ള ട്രിക്കാണ് ഈ പറഞ്ഞിരുന്നത്. ഇത്തരത്തില് എലിമിനേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാം. ഇനി ഓപ്ഷൻ 4 2R ഉണ്ട്. അപ്പൊ എയ്തർ ഇത് അല്ലെങ്കിൽ ഈ 2 ഓപ്ഷൻസിലായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഒന്നിൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ. ഇനി നമുക്കറിയാം ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിന്റെ തിയറിന്റെ പേരെന്താണ്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. സോ 3P എന്ന് വരണം. ഓക്കെ, അപ്പൊ 3P എന്ന് വരണം, 2R വരണം. അപ്പൊ ഇതിനകത്ത് 3Q ആണ് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ അല്ല, 3P വരണ്ടേ. അപ്പൊ ഇതല്ല, നമ്മുടെ ആൻസർ എന്താ വരിക, യെസ് ഓപ്ഷൻ 4 നമ്മുടെ ആൻസർ. ഇങ്ങനെ വരിക 1Q. ഓക്കെ, 1Q 2R. ഓക്കെ, ദെൻ 3P. ഇതെല്ലാം വരുന്ന ആൻസർ ആണ് ഓപ്ഷൻ 4. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതാണ് പാറ്റേൺ. ഓക്കെ, വെറുതെ മാച്ച് ചെയ്താൽ മാത്രം പോരാ, ആ മാച്ചിങ് അനുസരിച്ച് താഴെ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതും ഒരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ സ്റ്റേറ്റ്മെന്റും റീസൺ നന്നായിട്ട് വായിക്കണം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദി റോൺ കോട്ട് ഡിസീസ് സീൻ ഇൻ സം cattle and horses is an example of codominance. and റീസൺ ഇതാണ്: ദി allele for the dominant trait cannot completely mask the allele of the recessive trait. ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോൺ മെന്റേലിയൻ ഡിസോർഡേഴ്സിലെ വരുന്നത്. അതായത് മെന്റൽ പറഞ്ഞ ആ ഒരു ലോനൊക്കെ വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന കുറച്ച് പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ 28 നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് റോൺ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽസ് ആൻഡ് ഹോഴ്സസ് ഈസ് ദി എക്സാമ്പിൾ ഫോർ ദി കോഡോമിനൻസ്. അപ്പൊ അതെന്താണ്, ഇതതിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ദി allele ആൻഡ് റീസൺ നോക്കാം. ഈ കോഡോമിനൻസിന്റെ റീസൺ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണ് പറയുന്നത്.
The allele for the dominant trait cannot completely mask the allele for the recessive trait. ഇത് അങ്ങനെയാണോ? ഒരു ഡോമിനന്റ് ആയ ആൾക്ക് എന്താ പറയാ മറഞ്ഞിരിക്കുന്ന ആ ഒരു ഹിഡൻ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ പറ്റാത്തതാണോ കോഡോമിനൻസിന്റെ റീസൺ? അല്ല, ഇത് തെറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ റീസൺ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്, കോഡോമിനൻസിന്റെ അല്ല. കോഡോമിനൻസിന്റെ റീസൺ എന്താണ്? ബോത്ത് അല്ലീൽസ് എക്സിബിറ്റ് their traits at the same time, അല്ലെ? അതായത് രണ്ട് അല്ലീൽസും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കോഡോമിനൻസിനുണ്ട്. അപ്പൊ റീസൺ തെറ്റ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നോക്കാം, ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇത് തെറ്റാണ്, രണ്ടും കറക്റ്റ് അല്ല. ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ബട്ട് ദി റീസൺ ഈസ് കറക്റ്റ്. ഇതും ശരിയല്ല. ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ഇതാണ് നമ്മൾ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ്. അപ്പൊ അതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് അറിയണമെങ്കിൽ ഇപ്പൊ എന്തൊക്കെ എത്ര ഡെപ്തിലല്ല, ഒരു പെരിഫറൽ ആയിട്ടുള്ള ജസ്റ്റ് ഇത് വായിച്ചു പോയാൽ കിട്ടില്ല. ആ വായിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കിയാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, then third question, which of the following is related to the process of transcription? നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്, ട്രാൻസ്ലേഷനും പഠിക്കാനുണ്ട്. അതായത് mRNA is formed from a specific nucleotide in the DNA. DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ് ട്രാൻസ്ലേഷൻ. So which of the following is related to the process of transcription? DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്. That is option 1 is the correct answer. Transcription. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ് ട്രാൻസ്ലേഷൻ. എക്സ്ട്രാ പറഞ്ഞുള്ളൂ, ട്രാൻസ്ലേഷൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചോസ് ദി കറക്റ്റ് ആൻസർ. ഇത് വരുന്നത് നമ്മുടെ പേജ് നമ്പർ 51-ലാണ്. അതായത് പ്രൈമേറ്റ്സിന്റെ കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 എണ്ണം ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം സെന്റൻസ് ആണ്. എ തം ക്യാൻ ബി ഒപ്പോസിറ്റ് ടു അതർ ഫിംഗേഴ്സ്, അല്ലെ? അപ്പൊ തം ക്യാൻ ബി ഒപ്പോസിറ്റ് ടു അതർ ഫിംഗേഴ്സ് ആണ്. അതായത് തമ്പ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റും. തള്ളവിരൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പോസിറ്റിലേക്ക് നമുക്ക് മടക്കാൻ പറ്റും. ഇവിടെ നോക്കിയത് തമ്പ് വിൽ നോട്ട് ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തമ്പ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തമ്പ് വിൽ നോട്ട് ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പൊ തെറ്റാണ്. ദെൻ ബൈനോക്കുലാർ ട്രൈ ഡയമെൻഷണൽ വിഷൻ, അതായത് നമുക്ക് ബൈനോക്കുലാർ 3D വിഷൻ നമുക്കുള്ളത് അല്ലേ, അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ ദേ ലിവ് ഇൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നുണ്ട്. സോ Q and R ആർ കറക്റ്റ്. Q and R ആർ കറക്റ്റ്. ഇത് തെറ്റാണ്, തെറ്റ്. Q and R ആർ കറക്റ്റ്. ഇവിടെ തമ്പ് വിൽ നോട്ട് ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അവിടെ അങ്ങനെയല്ല. തമ്പ് ദാറ്റ് ക്യാൻ ബി ഒപ്പോസിറ്റ് ടു അതർ ഫിംഗേഴ്സ്. ഇവിടെ ഒപ്പോസബിൾ തമ്പ്, അല്ലെ? ഒപ്പോസബിൾ തമ്പ്, ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന തമ്പ് നമ്മുടെ പ്രൈമേറ്റ്സിന്റെ ഫീച്ചറാണ്. അപ്പൊ നമ്മള് 1 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നന്നായിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു.